കർണാടക തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇന്ത്യ ആകെയുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലും ഭാവി രാഷ്ട്രീയത്തിലും ഒരു നിർണായകമായ ദിശാസൂചിക നൽകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് പിന്നെ ഇപ്പോൾ അതിൻ്റെ ആര് ഗവൺമെൻറ് ഉണ്ടാക്കില്ല എന്നുള്ളതിൽ അതീതമായി ഇതൊരു ദിശാസൂചിക നൽകും. അത് ഈ കോൺഗ്രസും BJP അല്ലാത്ത രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ജനതാ പരിവാറിൽപ്പെട്ട കക്ഷികൾ അതുമായി സഹകരിക്കാൻ തയ്യാറായി ഇതിനകം തന്നെ മുന്നോട്ട് വന്നുള്ള മറ്റ് കക്ഷികൾ, ദേശീയ തലത്തിൽ പ്രാദേശിക കക്ഷികൾ, ഇടതുപക്ഷ കക്ഷികൾ, ഇവരെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു ബദൽ കെട്ടിപ്പടുക്കാൻ ശുഭപ്രതീക്ഷ നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലം കൂടെ ഇതിനകത്തുണ്ടെന്ന് അന്തർലീനമായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് ഉറച്ചു നിൽക്കണം. അവിടെ ഉറച്ചു നിൽക്കുകയല്ലേ. അത് JDS ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതല്ല, കോൺഗ്രസുമായി എന്ത് ബന്ധം, ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും, മതേതര കക്ഷികൾ എങ്ങനെ ഒന്നിക്കും, ഇതൊക്കെയാണ് ഇനിയിപ്പോ. രാജസ്ഥാനെ കുറിച്ചും മധ്യപ്രദേശിനെ കുറിച്ചും ഒക്കെ ഇപ്പോൾ പറഞ്ഞു നിൽക്കുന്ന കരയ്ക്ക് അടുത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ പോലും ഈ കർണാടക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് താൻ വീണ്ടും ദേശീയ രാഷ്ട്രീയമായും അവിടെ ജനതാ പരിവാറിൽപ്പെട്ട കക്ഷികളായി യോജിപ്പിക്കുന്നതിനും അല്ലാതെ ഒരു യോജിപ്പുണ്ടാക്കുന്നതിനും ഒക്കെ ഉള്ള ശ്രമം നടത്തുമെന്ന് ദേവടാജി ഇതിനകം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ശ്രമങ്ങൾക്ക് കൂടുതൽ കരുത്ത് നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് കർണാടകത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് എൻ്റെ ഉറച്ച അഭിപ്രായം. ശ്രീ SK സജീഷ്, ഈ കാര്യത്തിൽ ഇപ്പോൾ കർണാടകത്തിൽ എന്ത് സംഭവിച്ചാലും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. വിമർശനങ്ങൾക്കപ്പുറം അതിനുള്ള സമയമൊന്നുമില്ല. ചില തന്ത്രങ്ങൾ കൃത്യമായി പയറ്റി പോകേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സംസ്ഥാനങ്ങൾ, അതിനപ്പുറം 2019, ചിലപ്പോൾ അതിന് മുമ്പേ തന്നെ പലതും സംഭവിക്കാം എന്നുള്ള പ്രവചനങ്ങളുമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇനി എന്ത് ബലമാണ് ഇവിടെ BJP ഇതര ശക്തികൾക്ക് നൽകുന്നത്? അതായത് BJPയെയും അതിൻ്റെ രാഷ്ട്രീയത്തെയും കേവലമായ വർഗീയത കൊണ്ട് മാത്രം പ്രതിരോധിക്കാൻ വേണ്ടി കഴിയില്ല. കോൺഗ്രസ് ഇപ്പോൾ പരാജയപ്പെട്ട അവിടെയാണ്. ഇപ്പോൾ ലിംഗായത്തിൻ്റെ വോട്ട് 17% കിട്ടുമെന്നാണ് കോൺഗ്രസ് കരുതിയത്. പക്ഷേ ലിംഗായത്തിൻ്റെ വോട്ട് കിട്ടിയില്ല എന്ന് ഈ ഫലസൂചനയിൽ നിന്ന് വ്യക്തമാണ്. എന്തുകൊണ്ട് കിട്ടിയില്ല? ലിംഗായത്ത് ഒരു സമുദായത്തെ ഉയർത്തിപ്പിടിച്ചപ്പോൾ ആ സമുദായത്തിന് ആദ്യം കിട്ടേണ്ടത് കോൺഗ്രസിന് കിട്ടി. രണ്ടാമത്തെ ശരിക്കും പന്ത് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ ജാതീയമായും മതപരമായും ഭിന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം ഒരു കാരണവശാലും BJPയെ പ്രതിരോധിക്കാൻ സഹായകരമല്ല. നേരെ മറിച്ച് രാജ്യത്ത് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം. ആ നയങ്ങൾ ശക്തമായി കർണാടക തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ റിസൾട്ടിൽ അല്പം മാറ്റം വരികയായിരുന്നു. ഇപ്പോൾ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് നേരെ രാജ്യത്തെമ്പാടും ഉയർന്നു വരുന്ന ആക്രമണം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വോട്ട് BJPക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുമായിരുന്നു. പക്ഷേ സജീഷ്, അതിനേക്കാൾ അപ്പുറം ദളിത് വോട്ടുകൾ BJPക്ക് കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ മേഖലകളിലൊക്കെ JDSോ കോൺഗ്രസോ ആണ് നേട്ടമുണ്ടാക്കിയത്. അല്ലെങ്കിൽ ന്യൂനപക്ഷ മേഖലകളിൽ ഒരുപക്ഷെ സജീഷ് പറഞ്ഞതനുസരിച്ചുള്ള കാര്യങ്ങൾ നടന്നിട്ടുമുണ്ട്. അതായത് ഇവർ രണ്ടുപേരും, കോൺഗ്രസും JDSും തമ്മിലുള്ള ഒരു മത്സരത്തിൽ വോട്ട് ഭിന്നിക്കപ്പെടുകയും അത് BJPക്ക് ഗുണമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായി ദളിത് ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി BJP ഇതര ക്യാമ്പിന് കൊടുക്കാൻ തയ്യാറായപ്പോൾ ഉണ്ടായ ആ സ്പ്ലിറ്റിൽ BJP നേട്ടമുണ്ടാക്കിയതാണ് നമ്മൾ കണ്ടത്. അല്ല, അതിൽ വേറൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അവർ പറഞ്ഞ ആക്ഷേപം മാംസം കഴിച്ചിട്ട് അമ്പലത്തിൽ പോയി എന്നാണ്. കോൺഗ്രസ് എന്താ ചെയ്തത്? അങ്ങനെ ഇല്ല, ബ്രാഹ്മണനാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറായത്. നേരെ മറിച്ച് അതൊക്കെ വിട്ടുകൊണ്ട് ശരിയായ രാഷ്ട്രീയം BJP സെറ്റ് ചെയ്ത് വെച്ച അജണ്ടയുടെ പുറകെ സഞ്ചരിച്ച് മറുപടി പറയുന്നതിന് പകരം മറ്റൊരു അജണ്ട സെറ്റ് ചെയ്യാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നുള്ള ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നേരെ മറിച്ച് അവർക്ക് ഉയർത്തിപ്പിടിക്കാനുള്ള കാര്യങ്ങൾ, കർണാടകയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഉയർത്തിപ്പിടിക്കാനുള്ള കാര്യങ്ങൾ അത് ചെയ്യുക. രാജ്യത്തെമ്പാടും ഈ ഗവൺമെൻറ്, രാജ്യം ഭരിക്കുന്ന സർക്കാരിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കാത്ത ആരുമല്ലല്ലോ. ആ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ സജീവമായി കൊണ്ടുവരാൻ വേണ്ടി പറ്റിയില്ല എന്നതാണ് പ്രശ്നം. ഡോക്ടർ നീലലോഹിദാസ്, ഒരുപക്ഷെ അങ്ങേപ്പോലുള്ള ജനതാ പരിവാറുമായി ബന്ധപ്പെട്ട ആളുകൾ ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന അതേ രാഷ്ട്രീയ നിലപാടുകൾ കർണാടകത്തിലെ മുഴുവൻ JDSകാരും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അവിടെ വന്ന ഒരു വാർത്ത, അത് മാധ്യമങ്ങളെ അങ്ങ് കുറ്റപ്പെടുത്തുമെങ്കിലും, ഈ JDSന്റെ കൃത്യമായ വോട്ട് ബാങ്കുകൾ തങ്ങൾക്കൊപ്പം നിലനിർത്താൻ ശ്രമിക്കുന്നതിനൊപ്പം തന്നെ ചില കൊടുക്കൽ വാങ്ങലുകൾ, ചില ധാരണകൾ, സിദ്ധാരാമയ്യ പറഞ്ഞതാണ്, അത് എത്രത്തോളം ഈ ഒക്കലിംഗ സമുദായത്തിൽ നിന്ന് വോട്ടുകൾ BJPക്കും കൊടുത്തിട്ടുണ്ട്, ചില അവരുടെ ഭൂരിപക്ഷമില്ലാത്ത സ്ഥലങ്ങളിൽ തിരിച്ചിങ്ങോട്ടും നേടിയിട്ടുണ്ട് എന്നുള്ളൊരു ചർച്ചയും ഉണ്ട്. അപ്പോൾ അതിൽ കാര്യമുണ്ടോ? അതാണോ കോൺഗ്രസിനെ ഇങ്ങനെ ക്ഷയിപ്പിച്ചത്? കോൺഗ്രസിനെ ക്ഷയിപ്പിച്ചത് അദ്ദേഹം സതീഷ് പറഞ്ഞതുപോലെ BJPയുടെ അതേ പ്രചരണ തന്ത്രം ഉപയോഗിച്ചു, അമ്പലങ്ങളിൽ പോവുക. അതുകൊണ്ട് ഒരു ഞങ്ങളും ഹിന്ദു വികാരത്തിൻ്റെ ഒപ്പം നിൽക്കുന്നവരാണ്. ശിക്കാരിപ്പുരയിൽ യെദ്യൂരപ്പ ജയിച്ചു. അതായത് BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന്
സദാനന്ദ ഗൗഡ പ്രഖ്യാപിച്ച യെദ്യൂരപ്പ ജയിച്ചിരിക്കുന്നു? ഇവിടെ AK ആന്റണി കുറച്ചു മുമ്പ് പറഞ്ഞു, വളരെ വൈകിയാണെങ്കിലും പകല് കോൺഗ്രസ്സുകാർ, രാത്രി RSSകാർ. ഇത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് മാത്രമല്ല മറ്റ് പല പാർട്ടികളെയും സംബന്ധിച്ചിടത്തോളം ഇത് ശരിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് എല്ലാ കക്ഷികളും അത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ പോലും പകല് അതാത് പാർട്ടിക്കാരായിരിക്കുക, രാത്രി RSSകാർ. RSSകാർ ഉപയോഗിക്കുന്ന അതേ മാധ്യമങ്ങളും സിമ്പലുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ നേരിടാൻ ശ്രമിക്കുക, അത് ശരിയല്ല. അവരെ എല്ലാ അർത്ഥത്തിലും നേരിട്ടുകൊണ്ട് മാത്രം ഒരു രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരാൻ കേരളത്തിലായാലും കർണാടകത്തിലായാലും ഇന്ത്യയിലാകെയായാലും മതേതര രാഷ്ട്രീയ കക്ഷികൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ ജനങ്ങൾ നേരിടുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ, ദളിതുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ കൂടുതൽ ഉയർത്തി അത് ഒരു ചർച്ചാ വിഷയമാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് കർണാടകത്തിൽ വേണ്ടത്ര കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അത് കഴിഞ്ഞിരുന്നുവെങ്കിൽ BJP താഴോട്ട് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. യെസ്, ഇപ്പൊ BJPയുടെ നേതാവ് ശ്രീ ശിവശങ്കരൻ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ശിവശങ്കരൻ, 114 ഇപ്പോൾ BJPയുടെ ലീഡ് നില. എന്തായാലും താങ്കൾ കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ചർച്ചകളിൽ അവകാശപ്പെട്ട 130 എത്തിയില്ലെങ്കിലും സദാനന്ദ ഗൗഡ ഇന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച തലത്തിലേക്കൊക്കെ കണക്കുകൾ എത്തുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഈ നേട്ടം ഇപ്പോൾ കർണാടകത്തിൽ ഉണ്ടാക്കാൻ ആയത്? HD കുമാരസ്വാമി അല്ലെങ്കിൽ JDSഉം കോൺഗ്രസും തമ്മിലുള്ള കടുത്ത പോരാട്ടം ചില മേഖലകളിൽ നടന്നത് നിങ്ങൾ നേട്ടമാക്കി എടുത്തോ? എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്ക് കൃത്യമായ മാൻഡേറ്റ് കിട്ടിയത് തന്നെയാണോ ഇത്? നിങ്ങൾ അങ്ങനെ കാണുന്നുണ്ടോ? ഇതിന്റെ മുഴുവൻ ഉത്തരവാദിയും ഡോക്ടർ ലാല. ഞാൻ 130 പറഞ്ഞപ്പോൾ യു സെറ്റ് ഇറ്റ്സ് ടു 114 and I think the God has been here at 114. ഞാൻ 114 എന്നാണ് പറഞ്ഞത്. 114 അതിപ്പോ വന്നിട്ടുണ്ട്, അത് അവിടെ കാണുന്നുണ്ട്. ശ്രീ ശിവശങ്കരൻ 114 അങ്ങ് തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ 114. അതെ, ദൈവം കേട്ടത് 14 പോയി. അതെ, 14 പോയി. അതെ അതെ, അങ്ങ് 140 എന്ന് പറഞ്ഞു, ദൈവം കേട്ടത് 114 പോയി. അത് കാരണം ദേ ഗിവൺ മീ 114, ബട്ട് ഐ സ്റ്റിൽ ബിലീവ് ദാറ്റ് ഇറ്റ് വിൽ ബി ഇൻക്രീസ്. ഒരു 120 എത്തുന്നതാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ഇതൊരു മെജോറിറ്റിയിലേക്ക് എത്തി. മറ്റ് എല്ലാ രാഷ്ട്രീയ പ്രതിയോഗികളെയും മറ്റ് തരണങ്ങളും കടന്നുകൊണ്ട് മീഡിയ നൽകിയ വലിയ ഒരു സപ്പോർട്ട്, ഇതെല്ലാം കൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായ ഒരു ഭൂരിപക്ഷത്തേക്ക് എത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ 1-2% അവിടുത്തെ വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ വ്യത്യാസം, ഈവൻ അതാണെങ്കിൽ തന്നെ ഇത്തരം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു 2%, 3% പോളിംഗിൽ വരുന്ന വ്യത്യാസം കുറച്ചുകൂടി സീറ്റ് കിട്ടും, ഒരു 120-അടുത്തെങ്കിലും കിട്ടും എന്നാണ് ഇപ്പോഴും എൻ്റെ പ്രതീക്ഷ. ചില സർവേകൾ പറഞ്ഞത് BJPക്ക് ഒരു 48% വോട്ടൊക്കെ കിട്ടി എന്നുള്ള നെൽസന്റെ ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. കോൺഗ്രസിന് 27 to 30% ആണ് കാണിക്കുന്നത്. അപ്പോൾ അത്രയും വലിയ പെർസെൻറ്റേജിൻ്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് വീണ്ടും ഞാൻ പറഞ്ഞൊരു 130 വരെ എത്തി അത്ഭുതപ്പെടാനില്ല. ദിസ് ഈസ് ടു ഏർലി ടു ഡിസൈഡ് എനിത്തിങ്. കുറച്ചും കൂടെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ആ ശുഭാപ്തി വിശ്വാസക്കാരൻ. തീർച്ചയായിട്ടും BJPക്ക് നേട്ടം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാനാകില്ല. ആ കാര്യത്തിൽ തർക്കിക്കുകയും വേണ്ട. നമുക്ക് ആ ചർച്ചകളിൽ നിന്ന് മാറേണ്ട സമയമായിരിക്കുന്നു. ശ്രീ ശിവശങ്കരൻ മിക്കവാറും 10:45 ആയല്ലോ. അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ BJPക്ക് എന്ത് കാരണത്താലാണ് ഈ വോട്ടുകൾ കിട്ടിയതെന്നായിരുന്നു എൻ്റെ ചോദ്യം. അതാണ് നമ്മൾ ഇനിയിപ്പോൾ നോക്കേണ്ടത്. ലിംഗായത്തുകളുടെ വോട്ടുകൾ നിങ്ങൾ നിലനിർത്തി, മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ വോട്ടുകൾ സ്പ്ലിറ്റായത് നിങ്ങൾക്ക് ഗുണകരമായി, ദളിത് വോട്ടുകൾ നിങ്ങൾക്ക് കിട്ടാതെ പോയിട്ടും നിങ്ങൾ ജയിച്ചു. നിങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനറുടെ തന്ത്രങ്ങൾ അത് എത്ര വില കുറച്ച നിലപാടുകളാണെന്ന് നിങ്ങളുടെ എതിരാളികൾ പറയുമ്പോഴും നിങ്ങൾക്കത് വോട്ടാക്കാൻ പറ്റി എന്നുള്ളതിൽ നിങ്ങൾ അഭിമാനിക്കുകയല്ലേ ഇപ്പോൾ വേണ്ടത്? ഇതിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കാണാതെ പോകുന്ന 3 കാര്യങ്ങളുണ്ട്. അവിടെ തിരഞ്ഞെടുപ്പിൽ താഴെ തട്ടിൽ ആ സംസ്ഥാന സർക്കാരിൻ്റെ അവിടുത്തെ ഭരണപരാജയം വലിയ കാര്യമായിരുന്നു. അതുതന്നെയാണ് BJPയും ജനതാദളും ഉയർത്തിക്കാട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ്സിന് അവർ വിജയിച്ച സീറ്റും നഷ്ടപ്പെട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കർഷക ആത്മഹത്യ ഏറ്റവും കൂടുതൽ നടന്നത് കർണാടകയിലായിരുന്നു കഴിഞ്ഞ വർഷം. ഏതാണ്ട് 3200ഓളം കർഷകർ കഴിഞ്ഞ 5 വർഷമായിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അത് ജനങ്ങളുടെ മുന്നിലുണ്ട്. അവിടെ കർഷകർ മാത്രമല്ല IPSകാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭരണവിരുദ്ധ തരംഗം കാര്യമായിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കുറഞ്ഞു, അഗ്രികൾച്ചർ ഗ്രോത്ത് കുറഞ്ഞു. ബാംഗ്ലൂർ ഇൻഫ്രാസ്ട്രക്ചർ
വളരെ പരിതാപകരമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 50% മാത്രം വോട്ടിംഗ് ഉണ്ടായിട്ടും കർണാടകത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ BJP ഇപ്പോൾ ജയിച്ചു കയറുന്നു. സത്യത്തിൽ 50% വോട്ടിംഗ് എന്ന് പറഞ്ഞപ്പോൾ എന്നെ പോലുള്ള ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർക്കും ഭയമുണ്ടായിരുന്നു അവിടെ BJP ജയിച്ചു കയറുമെന്ന്. പക്ഷേ ഇപ്പം കൃത്യമായി അവിടെ BJPയുടെ പോളിംഗ് കൃത്യമായിട്ട് നടക്കുന്നു. ആൻറ്റി ഇൻക്യുംബൻസി കാര്യമായിട്ട് ഉണ്ടായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. അതുകൊണ്ടാണ് ബാംഗ്ലൂർ പോലെയുള്ള റൂറൽ ബാംഗ്ലൂരും സിറ്റി ബാംഗ്ലൂരും അവിടെയെല്ലാം 50% പോളിംഗ് ഉണ്ടായിട്ട് പോലും BJPക്ക് വലിയ വിജയമുണ്ടായത്. കർണാടകയിലെ കോസ്റ്റൽ ശിവശങ്കരൻ, ഞാനൊന്ന് ഇടപെടട്ടെ. ഇപ്പോൾ നമുക്കൊരു വാർത്ത അപ്ഡേറ്റ് ചെയ്യാനുള്ളത് മലയാളിയായ KJ ജോർജ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്, സർവജ്ഞ നഗറിൽ വിജയിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ. ഇടയ്ക്ക് അദ്ദേഹം പിന്നിലേക്ക് പോയതാണ്, ഇപ്പോൾ അദ്ദേഹം വിജയിച്ചു എന്ന വാർത്തയാണ്. ശ്രീ ശിവശങ്കർ, ഒരു കാര്യം കൂടി, താങ്കൾ ഇപ്പോൾ പറയുന്നത് പോലെ ഈ ബംഗളൂരു പോലെയുള്ള നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സ്ഥലത്ത് വോട്ടിംഗ് ശതമാനം വല്ലാതെ കുറഞ്ഞത് നിങ്ങൾക്ക് ഗുണമായി എന്നാണ് ഇപ്പൊ കാണുന്നത്. അത് വോട്ട് വല്ലാതെ കൂടാതെ പോയത് നിങ്ങളുടെ ഭാഗ്യം എന്നല്ലേ കാണേണ്ടത്? വോട്ട് കൂടിയിരുന്നെങ്കിൽ ഇതായിരുന്നില്ല സ്ഥിതി ഉണ്ടാകുമായിരുന്നത്. അല്ല, ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നില്ല. മറ്റേ പോൾ പ്രഡിക്ഷൻ പറഞ്ഞിരുന്നത് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ്. കാരണം BJPക്ക് കൂടുതൽ പോളിംഗ് ചെയ്യുമ്പോഴാണ് BJP വിജയിക്കാറ് എന്നൊരു ഇതാണ് കേട്ടിരുന്നത്. അല്ല, യാഥാർത്ഥ്യത്തിലും ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു. അവിടെ ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പിനോടുള്ള വിമുഖത, പൊതുവെ ഒരു അർബൻ വോട്ടേഴ്സിന് ഇപ്പോൾ തിരഞ്ഞെടുപ്പിനോടൊരു വിമുഖതയുണ്ട്. അത് ഞങ്ങളെ ബാധിക്കുമെന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ കൂടെയുള്ളത് കുറേ കൂടി എഡ്യൂക്കേറ്റഡ് അപ്പർ ക്ലാസ് വോട്ടേഴ്സാണ് എന്നാണ് പൊതുവെ പറഞ്ഞിരുന്നത്. അത്തരത്തിൽ എഡ്യൂക്കേറ്റഡ് അപ്പർ ക്ലാസിൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞപ്പോൾ അർബൻ മേഖലയിൽ BJPക്ക് ഒരു തിരിച്ചടി ഉണ്ടാവുമെന്ന് ഞങ്ങൾ വരെ ഭയപ്പെട്ടിരുന്നു. എന്നാൽ അവിടെ ഭരണവിരുദ്ധ തരംഗമായിരുന്നു. 50% വോട്ട് ചെയ്തതിൽ നല്ല വിഭാഗം BJPക്ക് വോട്ട് ചെയ്തു, കർഷകരും വോട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ദളിത് വളരെ മുന്നോക്കം ഒരുമിച്ച് നിന്നുകൊണ്ട് വോട്ട് ചെയ്തു. അവിടെ ന്യൂനപക്ഷങ്ങൾ, വനിതകളിലെ മുസ്ലിം വനിതകൾ BJPക്ക് വോട്ട് ചെയ്യുന്നതാണ് ഒരു കണക്കിന്. ശരി, അപ്പോ ശ്രീ ശിവശങ്കരൻ, നിങ്ങൾക്കെതിരായി വോട്ട് ചെയ്ത 61 കോൺഗ്രസിന്റെയും 44 JDSന്റെയും ഇപ്പോഴത്തെ നിലയ്ക്കുള്ള ലീഡാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊക്കെ ആരാണ്? ഈ പറയുന്ന അങ്ങ് പറഞ്ഞ അനുസരിച്ചാണ് ദളിതരുടെ വോട്ട് നിങ്ങൾക്ക് കിട്ടി, മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടി, നഗരങ്ങളിലെ വോട്ട് കിട്ടി, കർഷകരുടെ വോട്ട് കിട്ടി. അപ്പോ ഇത് ആരാ? ഇവരെല്ലാം വേറെ രാജ്യക്കാരാണോ? ഇതാരാണ്? അല്ല, അതാണല്ലോ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ഓരോ കോൺസ്റ്റിറ്റ്യൂവൻസിലും വ്യത്യസ്ത ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനിരിക്കുന്നതും. സൗന്ദര്യം തന്നെയാണ് ശ്രീ ശിവശങ്കരൻ. ആ സൗന്ദര്യത്തിൽ അത് ആസ്വദിച്ചുകൊണ്ട് BJP അനുമോദിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങയോട് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. പക്ഷെ ഇവരാരാണ്? നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഈ വിഭാഗങ്ങളെ? ഇത് ലിംഗായത്തല്ല. ദളിത് നിങ്ങൾക്ക് വോട്ട് ചെയ്തു എന്ന് പറയുന്നു, മുസ്ലിങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തു എന്ന് പറയുന്നു, നഗരം നിങ്ങൾക്ക് വോട്ട് ചെയ്തു എന്ന് പറയുന്നു, കർഷകർ നിങ്ങൾക്ക് വോട്ട് ചെയ്തു എന്ന് പറയുന്നു. ഇവരാരാണ്? ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ജനതാദളിന് സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 3 ജില്ലയിൽ, ഹസൻ, മാണ്ഡ്യ, ഓൾഡ് മൈസൂർ, അവിടെയാണ് കോൺഗ്രസിന് ഏറ്റവും പരിതാപകരമായ അവസ്ഥ ഉണ്ടായത്. ചില ഭാഗങ്ങളിൽ കാൻഡിഡേറ്റ് ആയിട്ടും സ്ഥാനാർത്ഥിയായിട്ടും അവിടുത്തെ പ്രവർത്തകരായിട്ടും ജനതാദളിനെ, കോൺഗ്രസിനെ വെല്ലുന്ന ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയപ്പോൾ അവിടെ ജനങ്ങൾ ജനതാദളിനെ തിരഞ്ഞെടുത്തു എന്ന് വേണം കണക്കാക്കാൻ. കാരണം അവിടെ BJPക്ക് ചെറിയ വിജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയമായിരുന്നു കർണാടകയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആകെ തുക എന്ന് വേണം കണക്കാക്കാൻ. ആ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ആ സംസ്ഥാന ഗവൺമെന്റിനോടുള്ള പക കൃത്യമായി തിരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്നു. കാര്യത്തിൽ BJP എത്രത്തോളം തങ്ങളുടെ തന്ത്രങ്ങൾ അരക്കിട്ട് ഉറപ്പിച്ചു, അതാണ് ശ്രീ ശിവശങ്കരൻ ഇപ്പോൾ അറിയേണ്ടത്. അതായത് ഒരു ഉദാഹരണം, ചാമുണ്ടേശ്വരിയിൽ JDSന് നല്ല സ്വാധീനമുള്ള ചാമുണ്ടേശ്വരിയിൽ, മൈസൂർ മേഖലയിൽ, അവിടെ ഈ സിദ്ധാരാമയ്യ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ വോട്ടിന്റെ നോക്കുക, BJP സ്ഥാനാർത്ഥി ജയിച്ച ആ വോട്ടിന്റെ ഭൂരിപക്ഷം നോക്കുക. അവിടെ ജയിച്ചത് BJP സ്ഥാനാർത്ഥിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2000 വോട്ടുകൾക്കാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോ ആരുടെ വോട്ടാണ് കിട്ടിയത്? ഈ മാധ്യമങ്ങളിൽ ചിലരെങ്കിലും പറയുന്നത് പോലെ JDSുമായി ആരാണ് ധാരണ ഉണ്ടാക്കിയത്, JDS ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് ചോദിക്കേണ്ടി വരും. ഞാൻ ഡോക്ടർ നീലലോഹിദാസിലേക്ക് അത് ചോദിക്കാൻ പോവുകയാണ്. താങ്കൾ ആദ്യം പറയും. അല്ല, ഞാൻ ഈ തിരഞ്ഞെടുപ്പ് ധാരണ BJPക്ക് പാടില്ല എന്നുള്ള അലിഖിത നിയമമൊന്നുമില്ല.
BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ കോൺഗ്രസിനെ നേരിടുവാൻ പറ്റിയ സ്ഥാനാർത്ഥികളുമായും അവിടുത്തെ തെരഞ്ഞെടുപ്പ് സഖ്യവും രഹസ്യവും പരസ്യമായിട്ട് ചെയ്തിട്ടുണ്ടാവും. കോൺഗ്രസും ചെയ്തിട്ടുണ്ട്, SDPയുമായിട്ട് കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ CPMമായിട്ട് എല്ലാ ഭാഗങ്ങളിലും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുവാൻ വേണ്ടുന്ന രാഷ്ട്രീയ പരിജ്ഞാനം ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. ശരി, അല്ല അവിടെ ഞാൻ താങ്കളോട് തന്നെ വീണ്ടും ചോദിക്കുകയാണ്. ഇപ്പോഴാണ് എനിക്ക് കൃത്യമായ ആ വിവരം കിട്ടിയത്. അതായത് ആ വോട്ടിന്റെ കണക്കുകളുടെ കാര്യം. അതായത് ചാമുണ്ടേശ്വരിയിൽ BJPക്ക് ആകെ കിട്ടിയ വോട്ട് 2000-ൽ താഴെയാണ്. നിങ്ങൾ ഈ കർണാടകം മുഴുവൻ വല്ലാതെ പിടിച്ചടക്കിയെന്ന് ഇപ്പോൾ അങ്ങ് പറയുന്ന അവസ്ഥയിലാണ് 2000-ൽ താഴെ മാത്രം വോട്ട് BJPക്ക് കിട്ടുകയും മുഖ്യമന്ത്രി അവിടെ തോൽക്കുകയും ചെയ്യുന്നത്. നിങ്ങളുടെ വോട്ട് എവിടെ പോയി സർ? അല്ല, അവിടുത്തെ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയോടുള്ള പ്രതിഷേധം ജയിപ്പിക്കുവാൻ വിജയിക്കുന്ന സ്ഥാനാർത്ഥി വിജയിപ്പിക്കുവാൻ അല്ല BJP വോട്ടുകൾ കഴിഞ്ഞ വർഷം എത്രയായിരുന്നു ഇവിടെ ഇരുന്ന് എനിക്ക് ഇന്ന് പറയാൻ സാധിക്കില്ല. ഏതായാലും പ്രതിപക്ഷം വിജയിച്ചു എന്നുള്ളതാണ് സത്യം, കോൺഗ്രസ് തോറ്റു എന്നുള്ളതാണ് ചരിത്ര സത്യം. കോൺഗ്രസിനെ തോൽപ്പിക്കുവാനുള്ള ചരിത്രപരമായ ഒരു ഘടന, ചരിത്രപരമായ ഒരു ആവശ്യം ജനങ്ങൾ നിറവേറി. അവിടെ ജനങ്ങൾക്ക് പ്രതിപക്ഷ സ്ഥാനാർത്ഥിയിൽ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ അനുകൂലിക്കുക എന്ന ഏറ്റവും മിതമായ ജനാധിപത്യ സൗകര്യം അവർ ഉപയോഗിച്ചു. അത്ര ഇതിനെ കണക്കാക്കേണ്ടതുള്ളൂ. അതിൽ ആർക്ക് എത്ര വോട്ട് കിട്ടി, ഞങ്ങളുടെ വോട്ട് പോയി എന്നുള്ളത് ഞങ്ങൾ പരിതപിച്ചോളാം, ഞങ്ങൾ നേടിയെടുത്തോളാം. ഞങ്ങൾക്ക് അവിടെ ചില കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഞങ്ങളത് പരിഹരിക്കും. പക്ഷെ അതല്ലാണ്ട് അവിടുത്തെ തിരഞ്ഞെടുപ്പ് വിജയത്തെ ടോട്ടൽ ചെറുതാക്കി കാണുവാൻ BJPയുടെ ഏതെങ്കിലും 2 മണ്ഡലത്തിൽ കോൺഗ്രസിനും കുറയാറുണ്ട്, എല്ലാ പാർട്ടിക്കും ഏത് വഴിക്കാണ് പോയത്? സിദ്ധാരാമയ്യ എക്സിറ്റ് പോളുകൾ വന്ന ദിവസം പറഞ്ഞ കാര്യങ്ങളിൽ സത്യമുണ്ടോ? ഇത് മനസ്സിലാക്കാൻ 2 മണ്ഡലങ്ങൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഒന്ന് ഈ ചാമുണ്ടേശ്വരി മണ്ഡലം തന്നെയാണ്. രണ്ടാമത്തത് ശിക്കാരിപുര. രണ്ടിടത്തും മുഖ്യമന്ത്രി പ്രോസ്പെക്ട് കാൻഡിഡേറ്റ്സ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. ശിക്കാരിപുരയിൽ യെദിയൂരപ്പ മത്സരിച്ചിടത്ത് JDS ആകെ നേടിയത് ഡോക്ടർ നീലൻ ലോഹിദാസ്. ഒന്ന് കേൾക്കൂ. ശിക്കാരിപുരയിൽ യെദിയൂരപ്പയ്ക്ക് എതിരായി JDS നേടിയിരിക്കുന്ന വോട്ട് 5000-ഓളം മാത്രമാണ്. അതായത് ഈ JDSന്റെ നല്ല വോട്ട് ശേഖരമുള്ള ബാങ്കുള്ള സ്ഥലത്താണ് 5000-ൽ താഴെ മാത്രം വോട്ടുകൾ JDS നേടുന്നത്. അതുപോലെ ഈ ചാമുണ്ടേശ്വരിയിൽ BJP നേടിയത് 2159 വോട്ടുകൾ മാത്രമാണ്. എന്താണ് അതിന്റെ അർത്ഥം? വോട്ടുകൾ പിന്നെ വോട്ടർമാർ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പോക്കറ്റിൽ കൊണ്ട് കൊടുത്തിട്ടില്ലല്ലോ. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അതാത് തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് വോട്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വോട്ട് ചെയ്യും. ഉദാഹരണത്തിന് കഴിഞ്ഞ ഡോക്ടർ നീല ലോഹിതദാസ് ഈ ഒരു BJP വക്താവ് ശ്രീ ശിവശങ്കരൻ പറയുന്നത് പോലെ പറയുന്നത് ഞാൻ കരുതുന്നില്ല. ഞാൻ ഇവിടെ തന്നെ നമ്മുടെ ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്ത് പോയി. ഒരിക്കലും പോകാൻ പാടില്ലായിരുന്നു. അവിടെ BJP ജയിച്ചേക്കുമോ എന്ന ഭയത്തിൽ നമുക്ക് വോട്ട് ചെയ്യേണ്ട കുറേ വോട്ടർമാർ മാറി കോൺഗ്രസ്സിന് ശശി തരൂർ വോട്ട് ചെയ്തു. അങ്ങനെയാണ് പിന്നെ നമ്മൾ 3ാം സ്ഥാനത്ത് പോകാൻ കാരണം. അത് നമ്മളാരും പറഞ്ഞിട്ടല്ല, വോട്ടർമാരങ്ങനെ പ്രതികരിക്കും. 3ാം സ്ഥാനത്ത് പോയപ്പോഴും ആ CPI കാൻഡിഡേറ്റിന് എത്ര വോട്ടുണ്ടായിരുന്നു തന്നെ? അത് ഇപ്പോൾ കേരളമല്ലല്ലോ കർണാടക, അവർക്കുള്ള അടിസ്ഥാന വോട്ടുകളൊക്കെ അവിടെയുണ്ട്. അപ്പൊ കർണാടകത്തിൽ ഞാൻ അതാ നേരത്തെ അങ്ങോട്ട് ചോദിച്ചത്, കർണാടകത്തിലെ JDSനും BJPക്കും കേരളത്തിലേതുപോലെ അല്ലാത്തൊരു സ്വഭാവം ഉണ്ടോ എന്ന് തന്നെയാണ് ചോദിച്ചത്. കേരളത്തിലെ പോലെ അല്ലാത്ത സ്വഭാവം ജനതാദളത്തിനില്ല, ഇന്ത്യയിലെല്ലാം ഒരു സ്വഭാവം തന്നെ. ഞാൻ വോട്ടർമാരെ സംബന്ധിച്ചുള്ള പ്രതികരണമാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെയാണെങ്കിൽ ശ്രീ PV തോമസിനോട് ഒന്ന് ചോദിക്കട്ടെ. ശ്രീ PV തോമസ്, ഞാൻ ശ്രീ സജീഷിലേക്ക് വരാൻ മുമ്പ് ശ്രീ PV തോമസ്, താങ്കൾ പറഞ്ഞത് BJPയുടെ മാൻഡേറ്റ് ആണ് ഈ കർണാടകത്തിൽ കാണുന്നതാണ്. മാൻഡേറ്റിന് ഏതൊക്കെ രീതിയിലുള്ള നിർമ്മിതികളുണ്ട്, ആ നിർമ്മിതിക്കുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് തെളിയിക്കുന്ന 2 ഉദാഹരണങ്ങൾ. ശിക്കാരിപുരയിൽ JDS നേടിയ 5000-ഓളം വോട്ടുകൾ മാത്രം, ചാമുണ്ടേശ്വരിയിൽ BJP നേടിയ 2000-ഓളം വോട്ടുകൾ മാത്രം. അങ്ങ് എങ്ങനെ വിലയിരുത്തും? അത് വലിയൊരു സൂചനയാണ്. അവിടെ ടാക്ടിക്കൽ വോട്ടിംഗ് നടന്നിട്ടുണ്ട്. JDSും BJPയും തമ്മിലുള്ള രഹസ്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വളരെ സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യം, മാൻഡേറ്റ് ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് കോൺഗ്രസിനും JDSനും BSPക്കും
ഒരു പ്രീ പോൾ സഖ്യമുണ്ടാക്കാൻ സാധിച്ചില്ല. അത് സാധിച്ചായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിൻ്റെ ഔട്ട്കം വേറെ ആയിരുന്നേനെ. അത് സാധിച്ചില്ല. സാധിക്കാത്തടത്തോളം കാലം, അങ്ങനെ ഒരു മെൻ്റൽ ബ്ലോക്കുള്ളിടത്തോളം കാലം ദേശീയ തലത്തിന് 2019 വരെ ബാധിക്കാൻ പോവുകയാണത്. അതിവിടെ തുടങ്ങാമായിരുന്നു. അത് തുടങ്ങുവാൻ സാധിച്ചില്ല. രണ്ടാമത്തെ കാര്യം, 1985 ഒറ്റ പ്രാവശ്യം പോലും കർണാടകയിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുടെ പ്രകടനം ഉണ്ടെങ്കിൽ തന്നെയും വിജയം തന്നെയാണ്. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം. അവിടെ ശ്രീ എസ് കെ സജീഷ്, ഇപ്പോൾ ശ്രീ പി വി തോമസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു മെന്റൽ ബ്ലോക്കിന്റെ പ്രശ്നമുണ്ട്. നിങ്ങൾക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. CPM-നും അവിടെ എടുത്ത നിലപാട് എന്തായിരുന്നു? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇവിടെ കർണാടകത്തിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുമിച്ച് ഒരു ബ്ലോക്കായി പോകാൻ സാധിച്ചില്ല? എന്തായിരുന്നു രാഷ്ട്രീയപരമായ തടസ്സം? അതല്ലേ ഇപ്പോൾ ഇവിടെ ഈ ധാരണകളൊക്കെ ഉണ്ടാക്കിയത്? അല്ല, അത് തന്നെയാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്. കാരണം കോൺഗ്രസ് ഉയർത്തുന്ന രാഷ്ട്രീയം എല്ലാ മതനിരപേക്ഷ കക്ഷികൾക്കും ജനങ്ങളോട് പറയാൻ പറ്റുന്ന രാഷ്ട്രീയമല്ല. ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ആരംഭിക്കുന്നത് രാഹുൽ ഗാന്ധി മാംസം കഴിച്ച് അമ്പലത്ത് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിലല്ല. അവിടെയാണ് കോൺഗ്രസിന്റെ പരാജയം. ഇവിടെയുള്ള ഏതെങ്കിലും ജാതി മത വിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് അവരെ കൂടെ നിർത്തുന്ന രാഷ്ട്രീയമല്ല. നേരെ മറിച്ച് ഇവിടെ ഉയർന്നു വരേണ്ട ബദൽ രാഷ്ട്രീയം ഉയർത്താൻ കോൺഗ്രസ് ഇനിയും തയ്യാറാകുന്നില്ല. ബദൽ രാഷ്ട്രീയം ഉയർത്താത്ത കാലത്തോളം കോൺഗ്രസിനൊപ്പം ചേരാൻ വേണ്ടി ഒരു മതനിരപേക്ഷ കക്ഷിക്കും സാധ്യമാകുകയില്ല. കാരണം മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങളെ പോലും ഭിന്നിപ്പിക്കുന്ന രീതിയായത് മാറും. അവരുടെ ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം, അല്ലാതെ ജാതിയും മതവും ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പായി മാറരുത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. രാഷ്ട്രീയ നിലപാടുകൾ, ഓരോ കക്ഷികളുടെയും പ്രത്യയശാസ്ത്രപരമായ നിലപാടുകൾ, ഇതൊക്കെ പ്രത്യേകം വിലയിരുത്തേണ്ടത് തന്നെയാണ്. അതിന് വ്യക്തിത്വമുണ്ട്, പ്രത്യേകതകളുണ്ട്. പക്ഷേ രാജ്യം നേരിടുന്ന പ്രശ്നം എന്താണ്? ഇപ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ്? അതിനനുസരിച്ച് നിങ്ങൾ ഒരുങ്ങിയിരുന്നോ? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു പ്രീ പോൾ അലയൻസ് സാധ്യമായില്ല? ഞാൻ അതിനെപ്പറ്റി പറയാം. ഈ കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനും BJP-ക്കും കൂടെ കിട്ടിയ വോട്ടുകൾ കൂട്ടിയാൽ 50% താഴെ മാത്രം വോട്ടുകളാണ്. അപ്പോൾ 50% മുകളിൽ വോട്ടർമാർ കോൺഗ്രസ് അല്ലാതെ BJP അല്ലാതെ ഈ രാജ്യത്തുണ്ട്. അവർ പ്രതിനിധാനം ചെയ്യുന്ന താല്പര്യങ്ങൾ, അവിടെ സാമൂഹ്യ ശക്തിബന്ധങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ, സങ്കല്പങ്ങൾ, അതിനെ അവഗണിച്ചുകൊണ്ട് പോകാൻ ആർക്കും കഴിയില്ല. അത് ആ 50% വോട്ടർമാരെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം ഇന്ത്യയിൽ ഉയർന്നു വരും. അതിന് ഈ കർണാടക തെരഞ്ഞെടുപ്പിലെ പടവും കൂടെ പ്രയോജനം ചെയ്യുമെന്ന് എല്ലാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ ഡോക്ടർ നീല? നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഈ പറഞ്ഞ പോലെ കോൺഗ്രസും BJP-യും കൂടി ചേർന്നാൽ പോലും അതിനപ്പുറമുള്ള വോട്ടുകൾ രാജ്യത്തുണ്ട്. ആ വോട്ടുകൾക്ക് ആളുകൾക്ക് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകളെ കൃത്യമായി ഗൈഡ് ചെയ്ത് അതിനെ ഒരു റിയലൈസ് ചെയ്ത് കൃത്യമായ ഒരു അർത്ഥം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആരെങ്ങനെ? അത് എല്ലാവരും കൂടെ ചെയ്യണം. ഈ കോൺഗ്രസും BJP അല്ലാത്ത കക്ഷികൾ ചേർന്ന് ചെയ്യണം. അത് ചെയ്യും. പരിപാടികളുടെ അടിസ്ഥാനത്തിൽ പ്രോഗ്രാംസ്. അങ്ങയുടെ പാർട്ടിയെ സത്യസന്ധമായി വിലയിരുത്തണം. നിങ്ങളുടെ നിലപാടും വിലയിരുത്തണമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നതിന് മുമ്പ് ഈ പ്രീ പോൾ അലയൻസിന് കർണാടകത്തിൽ അലയൻസിന് അവിടെ യാതൊരു സാധ്യതയുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ജനതാദളിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണല്ലോ ഒരു ദേശീയ നേതാവ് എന്ന് കരുതപ്പെടുന്ന വളരെ അപക്വമായ രീതിയിൽ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഒരു മുമ്പോട്ട് നീങ്ങി. ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് ഇവിടെ ഏറ്റ തിരിച്ചടി. ഇവിടെ പലരും പറഞ്ഞതുപോലെ സിത്താരമ്മയുടെ ഗവൺമെന്റ് ദോഷമല്ല, രാഹുൽ ഗാന്ധിയുടെ അപക്വമായ സമീപനമാണ് കോൺഗ്രസിൽ. അതാണ് ഞാനും പറഞ്ഞു വരുന്നത്. ഡോക്ടർ നീലോ, രാഹുൽ ഗാന്ധി അങ്ങനെ അപക്വമായി പറഞ്ഞു, കോൺഗ്രസ് അപക്വമായ നിലപാടെടുത്തു. അതേ അപക്വത മറ്റൊരു വ്യക്തമായ അർത്ഥത്തിൽ JDS-ഉം എടുത്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചില്ല. CPM-ഉം വന്നില്ല അവിടെ. അവിടെ ഈ ഓരോ സംസ്ഥാനത്തും ഓരോ സാധ്യതകളുണ്ട്. അവിടെ അങ്ങനെ ഒരു ഇതിന് കഴിയുമായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് ഇന്ത്യയിൽ നാളെ പിന്നെ കോൺഗ്രസ് ഇതര BJP കക്ഷികൾ ഒരുമിച്ച് അതിനുള്ള ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഹരിയാനയിൽ പിന്നെ അഭയ് ചോട്ടാല വളരെ വ്യക്തമായി പറഞ്ഞ് ഞങ്ങൾ BSP ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് മത്സരിക്കും. അതാരും പ്രതീക്ഷിക്കാത്ത ഒരു പ്രഖ്യാപനമാണ്. അതുപോലെ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും BSP-യും തമ്മിൽ ഒരുമിച്ച് നിന്ന ഫുൽപൂർ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രതിദാനം ചെയ്യുന്ന മണ്ഡലം, അവിടെ കോൺഗ്രസിന് കെട്ടിവെച്ച കാശില്ലാതെ പോയി. അതുപോലെ പിന്നെ ഗോരഖ്പൂർ ജയിച്ചു. അങ്ങനെ അതൊക്കെ ഈ രാജ്യത്തെ സൂചനകളാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിന്റെ കൂടെ നിന്നതുകൊണ്ട് മാത്രമേ ഇവിടെ BJP പരാജയപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ. തീർച്ചയായിട്ടും അല്ലാതെ തന്നെ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലാൽകുമാർ, അതായത് ഗോരഖ്പൂർ ഇപ്പോ കോൺഗ്രസിന് ഇപ്പോഴത്തെ നില അനുസരിച്ച് 59, 120 BJP. വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക് BJP വരുന്നു എന്ന് തന്നെയാണ്. 41 JDS, 2 മറ്റുള്ളവർ. ശ്രീ ലാൽകുമാർ, ഇതാണ് സൂചന. പക്ഷേ പ്രീ പോൾ അലയൻസിന്റെ കാര്യത്തിൽ ഈ പറയുന്നത്
ഏതർത്ഥത്തിൽ എടുക്കണം? അല്ല, പ്രീ പോൾ അലയൻസ് നടക്കില്ല എന്ന് നമുക്ക് മനസ്സിലായി. കാര്യം നമ്മൾക്ക് ഇപ്പം JDS-ന്റെ വോട്ട് മൊത്തം BJP-ക്കാ കിട്ടിയിരിക്കുന്നെങ്കിൽ പിന്നെ അങ്ങനെ പ്രീ പോൾ അലയൻസ് നടക്കില്ല. ഇപ്പം പിന്നെ CPM-ന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ആഡ് ചെയ്താൽ കൊള്ളുന്നുണ്ട്. CPM ഒരു കാൻഡിഡേറ്റിനെ നിർത്തുന്നു, അവർക്ക് നിർത്താനുള്ള അവകാശമുണ്ട് ജനാധിപത്യത്തിൽ. അവർ നിർത്തി ആ മണ്ഡലത്തിൽ അവർക്ക് ഓരോ വോട്ടേ ഉള്ളെങ്കിലും ആ ഓരോ വോട്ട് CPM-ന്റെ അരിവാൾ ചുറ്റിയിൽ തന്നെയായിരിക്കും വീഴുക. പക്ഷേ ഇവിടെ JDS-ന് സംഭവിച്ചിരിക്കുന്നത് എന്താ? അവരാളെ നിർത്തുക, എല്ലാവർക്കും വോട്ട് ചെയ്യുക. ഇവിടെ അങ്ങനെ തന്നെയാണ് അതിനെ കാണേണ്ടത്. അല്ലാതെ നമ്മൾ അതിനെ ഒളിച്ചോടിയിട്ടൊന്നും കാര്യമില്ല. കാര്യം കൃത്യമായ ഒരു അജണ്ട അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ സാർ. ഇതിനകത്ത് ദേവഗൗഡ ഇങ്ങനൊരു അണ്ടർസ്റ്റാൻഡിങ് അമിത്ഷായുമായിട്ടോ മോഡിയുമായിട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ജനാധിപത്യത്തിന്റെ അറുകൊലയാണ് അവിടെ നടന്നിരിക്കുന്നത്. കാര്യം BJP-യെ തോപ്പിക്കാൻ കിട്ടിയ സുവർണ അവസരം അത് തന്നെയാണ്. BJP തോറ്റിട്ടൊന്നുമില്ല. BJP ഇല്ല, അദ്ദേഹം ഒരു നിരീക്ഷകൻ എന്ന നിലയ്ക്ക് ശ്രീ ലാൽകുമാർ അങ്ങനെ പറഞ്ഞു. പക്ഷേ ഡോക്ടർ നീല ലോഹിദാസ് സമ്മതിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യുക്തിയിൽ അതിനോട് യോജിക്കാൻ പറ്റില്ല. കേരളത്തിൽ അത് ശീലമുള്ള ഒരു കാര്യമല്ല. അതൊക്കെ സമ്മതിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷേ ഡോക്ടർ നീല ലോഹിദാസ്, ശിക്കാരിപ്പുരയും ചാമുണ്ടേശ്വരി അല്ലേ, ചാമുണ്ടേശ്വരി, ഈ രണ്ട് സ്ഥലവും വലിയ ചോദ്യചിഹ്നമായി അവിടെ ഉണ്ടാകും. അതിനൊരു ഉത്തരം കൊടുക്കേണ്ടി വരും. അത് ഞങ്ങൾ പരിശോധിക്കും. ഒറ്റപ്പെട്ടതായിട്ട് കാണും. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം അടിയതോട്ടെ. നമ്മൾ മുമ്പേ ഇവിടെ പറഞ്ഞു, സജീഷ് പറഞ്ഞ എൻ്റെ അല്ലെങ്കിൽ നാടാർ സാർ പറഞ്ഞ എൻ്റെ ആത്മാർത്ഥ്യമൊക്കെ ഞാൻ സംഭവിച്ചു. ഈ പൊളിറ്റിക്കൽ ഡിബേറ്റ് ഈ വർഗീയതയിൽ നിന്ന് മാറി ഒരു വേറെ വലിയൊരു കാര്യമായിട്ടൊക്കെ മാറണം. എൻ്റെ കഴിഞ്ഞാൽ കർഷക പ്രശ്നം അതൊന്നും ഈ കമ്മ്യൂണലിസത്തിന് മേളിലല്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, UP ഇലക്ഷൻ നമ്മൾ നേരിടാൻ പോയി. UP ഇലക്ഷൻ നമ്മൾ കണ്ടതാണ്. അതിനു മുമ്പ് ഡിമോണിറ്റൈസേഷൻ നടന്നു. രാഹുൽ ഗാന്ധി ഈ ലോകത്തുള്ളവരെല്ലാം പോയി ഡിമോണിറ്റൈസേഷനെ കുറിച്ച് UP-ൽ പറഞ്ഞു. വിജയിച്ചോ? ഇല്ല. കാര്യം നമ്മൾ പറയുന്ന പക്ഷേ ലാൽകുമാർ, അതിന് നമ്മൾ എന്താണ് പരിഹാരമായി പറയുക? അതിനുവേണ്ടി നരേന്ദ്രമോദിക്കൊപ്പം ഓടണം എന്നാണോ? അല്ലല്ല, സജീഷ് പറഞ്ഞതിനകത്തെ പോയിന്റ് നമ്മളൊരു ബദൽ സംഗതി കണ്ടെത്തണമെന്ന് പറഞ്ഞ ശരിയാണ്. പക്ഷേ ഇതിനകത്തെ കുഴപ്പം കമ്മ്യൂണലിസത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മതനിരപേക്ഷത പറഞ്ഞാൽ ഒന്നും ഈ സാധനം മാറില്ല. കാര്യം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മനുഷ്യൻ്റെ ഇന്ത്യയിലെ ജനതയുടെ ആദ്യത്തെ മനസ്സ് മലയാളി സമൂഹം വിട്ടേക്കുക, ഒരല്പം മാറ്റി നിർത്തിട്ടാണ് മലയാളി സമൂഹത്തിൻ്റെ അല്പം കമ്മ്യൂണലാണ്. അവർ വോട്ട് ചെയ്യുന്നത് ആ ബേസിലാണ്. ഹിന്ദുവാണ് വോട്ട് ചെയ്യുക, ആ ലെവലിലാണ്. ഡോക്ടർ നീല ലോഹിദാസ് അതിനോട് അനുവദിക്കാൻ സാധിക്കും. കാരണം അതിനനുസരിച്ച് വർഗീയമാകണോ JDS-ഉം? ഇല്ല, വർഗീയം വേണ്ട. ഇവിടെ ദളിതുകൾ, പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, കർഷകർ, തൊഴിലാളികൾ, ഇവരെല്ലാം നഗ്നയോടാണ്. അവരെ യുണൈറ്റ് ചെയ്യാനുള്ള രാഷ്ട്രീയം ആശയപരമായി യുണൈറ്റ് ചെയ്യണം, സംഘടനാപരമായി യുണൈറ്റ് ചെയ്യണം. ഈ വരാൻ പോകുന്ന ഒരു വർഷം നടക്കണം. അതിന് രാഷ്ട്രീയ കക്ഷികൾ, മതേതര രാഷ്ട്രീയ കക്ഷികൾ, ഇടതുപക്ഷ കക്ഷികൾ, പ്രാദേശിക കക്ഷികൾ, ജനതാ പരിവാറിൽപ്പെട്ട കക്ഷികൾ ഒരുമിച്ച് ഇറങ്ങണം രംഗത്ത്. 1980-കളിൽ ഹൈദരാബാദിൽ, ഡൽഹിയിൽ, ശ്രീനഗറിൽ, കൽക്കട്ടയിൽ പ്രതിപക്ഷ കോൺക്ലേവുകൾ നടന്നു. അതിലൂടെ ചില ആശയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. അന്ന് ഇന്ദിരാഗാന്ധിയുടെ വധം നടക്കായിരുന്നെങ്കിൽ, ആ സഹതാപ തരംഗം അതിനകത്തൊന്നുണ്ടായിരുന്നെങ്കിൽ ആ പരിപാടികളുടെ അടിസ്ഥാനത്തോടെ രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞ് വരുമായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ വധം സൃഷ്ടിച്ച സഹതാപ തരംഗം മാത്രമാണ് അന്ന് അതിനെ മാറ്റിമറിച്ചത്. അതുകൊണ്ട് ആ സാധ്യത ഇപ്പോഴും ഉണ്ട്. ഞാൻ തികഞ്ഞ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് BJP-യെയും കോൺഗ്രസിനെ ഒഴിവാക്കി കഴിഞ്ഞുള്ള ഒരു രാഷ്ട്രീയം ഈ രാജ്യത്ത് ഉയർന്നു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് എന്ന് പറയാറായോ? 60 സീറ്റ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ് കോൺഗ്രസ്, ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനമാണ് ശ്രീ നീല ലോഹിദാസ്. അവിടെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി 60-ലേക്ക് ചുരുക്കി. അതിന് കാരണമാണ് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണമല്ല, അവരുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തി, എല്ലാം നടത്തി മുമ്പോട്ട് വരേണ്ട ജനതാദൾ എസിനെ താഴ്ത്താൻ മാത്രമേ അവിടെ ആ പ്രചരണം. SK സജീഷ്, കർണാടകത്തിൽ JDS ഒരു കാലത്ത് ഒറ്റയ്ക്ക് 115 സീറ്റ് നേടിയ പാർട്ടിയാണ്. അവർക്ക് ഈ 1983-ലും 1993 ആദ്യം ജനതാ പാർട്ടിയായി, രണ്ടാം ജനതാദളായിട്ട് ഒറ്റയ്ക്ക് അധികാരിച്ചു വന്നാണ്. പക്ഷേ ആ വേരുകൾ ഇപ്പോഴും കിടപ്പുണ്ട്. സജീഷ്, JDS-ന് താഴോട്ട് വരാനൊക്കെ ഒരു പ്രയാസം കാണും. അവർക്ക് ഏത് നിലയിലും കർണാടകത്തിൽ തിരിച്ചു വരാനുള്ള ഒരു അവസരമൊക്കെ അവർ നോക്കും. ശിക്കാരിപ്പുരയും ചാമുണ്ടേശ്വരിയും ഒക്കെ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള മുന്നോട്ടുള്ള രാജസ്ഥാൻ, മധ്യപ്രദേശ് 2019-ലേക്കുള്ള ഡോക്ടറുടെ രാജസ്ഥാനും മധ്യപ്രദേശും പ്രത്യേക ഘടകമാണ്. രാജസ്ഥാനും മധ്യപ്രദേശും BJP-യും കോൺഗ്രസും തന്നെയാണ് പരസ്പരം മറ്റുമുട്ടും. അതല്ല, പിന്നെ BJP-യെ സഹായിക്കാൻ ആരും പോകേണ്ട കാര്യം. ഡോക്ടർ നീല ലോഹിദാസ്, ഒരു പ്രധാന കാര്യം, ഡോക്ടർ നീല ലോഹിദാസ് ഈ പറഞ്ഞ രാജസ്ഥാനും മധ്യപ്രദേശും ഒക്കെ ഒരു പ്രത്യേക ഘടകമാണെന്ന് അങ്ങ് സമ്മതിക്കുന്നു. പക്ഷെ രാജസ്ഥാനിലൂടെ മധ്യപ്രദേശിലൂടെ കടന്നു വേണം 2019 ഇന്ത്യയിലേക്ക് എത്താൻ. അപ്പൊ അവിടെ ഒരുമിച്ച് നിൽക്കാതെ അവിടെ അതിലേ ഞാൻ പറഞ്ഞത്, രാജസ്ഥാനും മധ്യപ്രദേശും UP പോലെയോ ബീഹാർ പോലെയോ ഹരിയാന പോലെയോ പിന്നെ ഒറീസ പോലെ അല്ല, കേരളം പോലെ അല്ല. അവിടെ
കോൺഗ്രസും BJPയും തമ്മിലാണ് ഏറ്റുമുട്ടത്. അവിടെ BJP ജയിപ്പിക്കാൻ ആരും പോകേണ്ട കാര്യമില്ല. കോൺഗ്രസ് ജയിച്ചോട്ടെ എന്ന് കരുതണം. കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് BRM ഷഫീർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. സജീഷിലേക്ക് വരുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് BRM ഷഫീർ, 60 സീറ്റിൽ ഒതുങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഈ നിലയ്ക്ക് 11 മണി അടുക്കുന്ന സമയത്ത് BJP അധികാരത്തിലെത്തുന്നു കർണാടകത്തിൽ. രാഹുൽ ഗാന്ധി വേഴ്സസ് നരേന്ദ്രമോദിയാണോ, സിദ്ധരാമയ്യ വേഴ്സസ് നരേന്ദ്രമോദിയാണോ, എന്താണ് സംഭവിച്ചത്? അതോ ഇവിടെ ഇപ്പോൾ ചിലർ വിലയിരുത്തിയതുപോലെ ഒരു അണ്ടർ കറണ്ട് അവിടെ ഏത് രീതിയിൽ ഉണ്ടായി എന്നാണ് താങ്കൾ ഇപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? അതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഞങ്ങളിവിടെ ഒരു സിംഗിൾ മെജോറിറ്റിയോടുകൂടി അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചതാണ്. കാരണം ഒരുപാട് ഘടകങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ റിസൾട്ട് തികച്ചും നിരാശാജനകം തന്നെയാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ പകുതി പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. 2 കാരണങ്ങളാണ് ഞങ്ങൾ അതിനകത്ത് കാണുന്നത്. ഒന്ന്, BJP 1964 ശേഷം നീലൻ സാറിനറിയാം, ദേവരാജ് അറസ്റ്റിന് ശേഷം കർണാടക കേരളം പോലെയാണ്. ഏത് ഗവൺമെന്റ് ഭരിക്കുന്നു ആ ഭരണത്തിനെതിരായിട്ടുള്ള വികാരം എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള ഒരു സംസ്ഥാനം. ഇല്ല അതൊന്നും പറയില്ല. ഇപ്പൊ ഇത് ആളുകൾ TV മാറ്റി പോകും. അങ്ങനെയൊന്നുമല്ല. കാര്യം പറഞ്ഞുതരാം. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറയും, 1964 ശേഷം അവിടെ ഭരിച്ച പാർട്ടി അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഈ കർണാടകയുടെ ചരിത്രമുണ്ടെങ്കിൽ എന്നോട് കൂടെ പറയും. ഈ കർണാടക ഇതുവരെ നടന്ന സർവേകൾ ഇന്നലെ മിനിഞ്ഞാന്ന് വരെ നിങ്ങൾ പറഞ്ഞതാണ് ആന്റി ഇൻകംബൻസി ഇല്ല. എല്ലാ സൂചനകളിലും എല്ലാ സർവേകളിലും പറയുന്നത് സിദ്ധാരാമയ്യയാണ് അടുത്ത മുഖ്യമന്ത്രിയാകുക. അവിടെ ആര് വന്നാലും BJP വന്നാലും സിദ്ധാരാമയ്യയാണ് മുഖ്യമന്ത്രി. അത്രയ്ക്ക് സ്നേഹമുള്ള കോൺഗ്രസ് നേതാവ് ഉള്ളപ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചു? കോൺഗ്രസിന്റെ ഭരണം മോശമാണെന്ന് ഡോക്ടർക്ക് അഭിപ്രായമുണ്ടോ? ഏതെങ്കിലും ഞാൻ കർണാടകത്തിൽ ജീവിച്ച ഒരാളല്ല. ഞാനല്ല വിധി എഴുതുന്നത്. അവിടുത്തെ ജനങ്ങൾ വിധി എഴുതി. അവിടുത്തെ ജനങ്ങൾ വിധി എഴുതിയതിനെ സംബന്ധിച്ചല്ലേ ഞാൻ പറയുന്നത്. അവിടെ കർണാടകയിലെ മുഖ്യമന്ത്രി മോശമാണെന്നോ ഭരണം മോശമാണെന്നോ ഈ മിനിറ്റ് വരെയും ഒരാളും പറഞ്ഞതായി ഞങ്ങൾ കണ്ടില്ല. 2, ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടായിരുന്നു എന്നും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 3, ഇവർ പറഞ്ഞതുപോലെ ഫാസിസത്തെ ചെറുക്കാതെ മൃദു സമീപനം എടുത്തുകൊണ്ടാണ് കർണാടകയിൽ പരാജയപ്പെട്ടു പോയത്. ഒരല്പം കൂടി കടുപ്പിച്ചിരുന്നെങ്കിൽ ജയിച്ചേനെ എന്ന് പറയാനുമില്ല. കാരണം ഇന്ത്യയിൽ ഫാസിസത്തെ നേർക്കുനേർ വെല്ലുവിളിച്ച മുഖ്യമന്ത്രിയാണ് സിദ്ധരാമയ്യ. 4, ജാതി ഘടകങ്ങളെല്ലാം കൂടി അപ്പുറത്ത് കോൺഗ്രസിന് അനുകൂലമായില്ല എന്നും പറയാൻ കഴിയില്ല. ഇവിടുത്തെ പ്രശ്നം ഞങ്ങൾ കാണുന്നത് 2 തരത്തിലാണ്. ഇപ്പൊ ഇദ്ദേഹം വല്ലാതൊക്കെ പറഞ്ഞല്ലോ, അവിടെ ഒരു മിനിറ്റ് ഒരുപാട് പൊതുവേദികളിൽ അഡ്വക്കേറ്റ് BRM ഷഫീർ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു മിനിറ്റ് അദ്ദേഹത്തിലേക്ക് പോവാം. അദ്ദേഹത്തിന് പോകാൻ സമയം. അതിന് മുമ്പ് നിങ്ങൾ തമ്മിൽ ഒറ്റ മിനിറ്റ് അതെ മറുപടി പറയും. അതിന് മുമ്പ് ചോദിക്കട്ടെ. അതുകൊണ്ടാണ് ചോദ്യം. BRM ഷഫീർ, ഈ ക്ഷേത്രങ്ങളിൽ പോയി മത്സരം നരേന്ദ്രമോദിയുമായി നടത്തിയത് ആരാണ്? ക്ഷേത്രങ്ങളിൽ പോകുന്നതിൽ എന്താ കുഴപ്പം? ഇന്ത്യയിൽ ക്ഷേത്രങ്ങളിൽ പോകുന്നത് നരേന്ദ്രമോദിയെ ചോദിച്ചാണ് ഇപ്പൊ എന്നോട് ചോദിക്കുന്നത്. ഞങ്ങളുടെ നേതാവ് ദേവുഡാജി ക്ഷേത്രങ്ങളിലൊക്കെ പോണ ആളാണ്. ഞാൻ ക്ഷേത്രങ്ങളിൽ പോകാത്ത ആളാണ്. ഞാൻ വിശ്വാസിയല്ല. പക്ഷേ ഇദ്ദേഹം അടക്കമുള്ള കോൺഗ്രസ്സുകാർ ഓർക്കാൻ ഞാൻ ഒരു കാര്യം പറയും. വിമോചന സമരം നടന്നു. അത് കഴിഞ്ഞ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നു. പണ്ഡിറ്റ് നെഹ്റു ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നു. ഇവിടെ മെത്രാന്മാരും കന്യാസ്ത്രീകളും ഒക്കെ ചേർന്ന് വലിയ സ്വീകരണം നടന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങിയത് ഐ ഡോണ്ട് വാണ്ട് ചർച്ച് ആൻഡ് റിലീജിയൻ ടു ഇന്റർഫിയർ ഇൻ പോളിറ്റിക്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഏത് വർഷം? 1960. ഇപ്പൊ 2018. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ കർണാടകത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും നേതാക്കന്മാരും മതേതരം പറഞ്ഞാൽ പോരല്ല, അവരുടെ ദൈനംദിന ജീവിതത്തിലും പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങ് ഇത്തവണ കർണാടകത്തിൽ പ്രചരണത്തിന് പോയോന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു അധികം പോയില്ല, 1-2 സ്ഥലത്തൊക്കെ പോയി. അപ്പോ അധികം പോയിരുന്നുവെങ്കിൽ അങ്ങേക്ക് ക്ഷേത്രത്തിൽ പോകേണ്ടി വന്നേനെ. ഇല്ലല്ലേ, ഞാൻ പോകില്ല. ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് അതുകൊണ്ടാണ് പോകാത്തത്. അവിടെ പോയിട്ടില്ലല്ലോ. സജീഷ്, ഈ ക്ഷേത്ര പൊളിറ്റിക്സ് വല്ലാതെ കർണാടകത്തിലെ രാഹുൽ ഗാന്ധിയെ ഈ നിലയിലേക്ക് എത്തിച്ചോ? എന്നൊന്നും ഞാൻ പറയുന്നില്ല. ശരിയല്ല. നല്ലൊരു പരാജയപ്പെട്ടെന്ന് പറഞ്ഞാൽ അതല്ല പ്രശ്നം. ഈ ക്ഷേത്രത്തിൽ പോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആരാധനാലയത്തിൽ പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യാം. അതൊരു രാഷ്ട്രീയ അജണ്ടയായി മുന്നിലേക്ക് വെച്ച് തന്നപ്പോൾ അത് സ്വീകരിക്കണമോ വേണ്ടയോ എന്നായിരുന്നു കോൺഗ്രസ് തീരുമാനിക്കേണ്ടത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ചർച്ചയായി
BJP തളികയിൽ വെച്ച് തന്നപ്പോൾ അത് സ്വീകരിക്കാതെ അത് തട്ടിമാറ്റിക്കൊണ്ട് മറ്റ് അജണ്ടകൾ സെറ്റ് ചെയ്യാൻ കോൺഗ്രസിന് കഴിയേണ്ടതായിരുന്നു. അത് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞങ്ങൾ ക്ഷേത്രത്തിൽ മാത്രം പോയിട്ടല്ല ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. അതാ ഞാൻ പറഞ്ഞത്, ആ അജണ്ട മാറ്റി വെച്ച് എടുക്കേണ്ടിയിരുന്നു. ഞങ്ങള് റാലികൾക്ക് പോകുന്നതിന് മുമ്പ് ക്ഷേത്രത്തിലും പോയിട്ടുണ്ട്, പള്ളിയിലും പോയിട്ടുണ്ട്, ചർച്ചിലും കയറിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ഒരു വികസന അജണ്ട വെച്ചില്ല എന്ന് പറയില്ലല്ലോ. ഞങ്ങൾ അവിടെ നടത്തിയ ഭരണത്തിനെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ ഞങ്ങൾ അവിടെ നടത്തി. ഞങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരണമെന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഭരണകൂടവുമായി ബന്ധപ്പെട്ട മുഴുവൻ ഇഷ്യൂസുകളും ചർച്ച ചെയ്തു. അല്ലാതെ ഇവർ പറയുന്നത് പോലെ ക്ഷേത്രം മാത്രം ചർച്ച ചെയ്തുകൊണ്ടല്ലോ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. ഞങ്ങൾ 5 കൊല്ലക്കാലം തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നടത്തിയ ഭരണത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ചർച്ച. അങ്ങനെയൊന്നും പറയണ്ട. BRN ഷഫീർ ഇപ്പൊ ഈ 11 മണി ആയതാണ്, വൈകുന്നേരം ആകുമ്പോൾ സെറ്റിൽ ആവും. ഇപ്പൊ അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. ജനതാദൾ സെക്കുലർ നിങ്ങളുമായിട്ട് പോകണമെങ്കിൽ ഇതൊന്നും പോരാ, നിങ്ങളുടെ നയം മാറണം. അങ്ങനെ ഒരു നയം ഈ കർണാടക ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഒരു നയമാറ്റത്തിന്റെ പ്രശ്നമില്ല. കാരണം ഇവർ പറഞ്ഞ സോഷ്യലിസ്റ്റ് അജണ്ട ഏറ്റവും നന്നായി നടപ്പിലാക്കി ഞങ്ങളാ കർണാടക. അത് ശ്രീ ജേക്കബ് ജോർജ് പറയുകയാണെങ്കിൽ സമ്മതിക്കാം. ജേക്കബ് ജോർജ് പറയട്ടെ, സോഷ്യലിസ്റ്റ് അജണ്ട ഏറ്റവും നന്നായി കർണാടകത്തിൽ JDS-നേക്കാൾ വലിയ സോഷ്യലിസ്റ്റ് ആയിരുന്നു കോൺഗ്രസ് എന്ന് അല്ലെങ്കിൽ പറയട്ടെ. പക്ഷേ അവിടെ നമ്മുടെ പത്ര റിപ്പോർട്ടുകളൊക്കെ കണ്ടതാണല്ലോ. അവിടെ ഒരിക്കലും ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ ചർച്ചയായില്ല. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് BJP പോലും പറഞ്ഞില്ല. ഈ ഭരണം ശരിയല്ലെന്നും അവരുടെ പിന്നെ കുറച്ച് രാഷ്ട്രീയമായിട്ട് കുറേ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും പറയുമല്ലോ. യഥാർത്ഥത്തിൽ അവിടെ BJP ഒരു ഹിന്ദുത്വ കാർഡും കളിച്ചില്ല. പക്ഷേ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അന്തർധാരകളുണ്ടാക്കി കാര്യങ്ങൾ ജനപിന്തുണ, പൊതുസമൂഹത്തിൻ്റെ പിന്തുണ അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ BJP ചില രഹസ്യ അജണ്ടകൾ പ്രയോഗിച്ചു. BJP അവിടെ ചില രഹസ്യമായ തന്ത്രങ്ങൾ മെനഞ്ഞു. ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നല്ല രാഷ്ട്രീയ കളി കളിച്ചതാണ്, യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ നടപടികൾ, തിരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടി സിദ്ധരാമയ്യ നടത്തിയ നീക്കങ്ങൾ, അതിനൊക്കെ ഒരു കൃത്യതയുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു 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 അജണ്ട ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ശരിക്കും നല്ല ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ചിട്ടയോടും പ്രവർത്തന മികവോടും കൂടി തന്നെയാണ് സിദ്ധരാമയ്യ ജനങ്ങളെ അഭിമുഖീകരിച്ചത്. പക്ഷെ അപ്പൊ ഇത്രയും കൂടി ഇല്ലായിരുന്നുവെങ്കിൽ അങ്ങ് പറഞ്ഞ ഈ തന്ത്രങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ 62ഉം 63 വന്ന് നിൽക്കില്ലായിരുന്നു. ഇതിനേക്കാൾ മോശമായി പോയനെ. പക്ഷേ BJPയുടെ തന്ത്രങ്ങളെക്കാൾ എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പോൾ BJP സംഘടനാ തലത്തിൽ എല്ലാ ജില്ലകളിലും അത്ര ശക്തമൊന്നുമായിരുന്നില്ല. BJP ശക്തമല്ലാത്ത ധാരാളം ജില്ലകൾ തന്നെ ഉണ്ട് കർണാടകയിൽ. എന്നിട്ടും BJP ജയിച്ചുവെങ്കിൽ അതിന് കാരണം അവർ രഹസ്യമായി സമുദായങ്ങൾക്കകത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ, സമൂഹത്തിനകത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ, അതിനകത്ത് വിദ്വേഷം ജനിപ്പിച്ചു പുറത്തൊന്നും പ്രകടമായില്ലെങ്കിലും അന്തർധാരകൾ ഉണ്ടാക്കുന്നതിൽ BJP വിജയിച്ചു. ആ അന്തർധാര അതിപ്പോ നേരത്തെ PV തോമസും ഒക്കെ ഒരു കമന്റ് തന്നതാണ്, നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിപ്പോ നമുക്ക് പുതിയ അതിഥി കൂടി പാലോട് സന്തോഷ് JDS-ന്റെ സംസ്ഥാന വക്താവാണ്. അദ്ദേഹം എങ്ങനെയാണ് ഇതിനെ എടുക്കുന്നത് നോക്കാം. ഡോക്ടർ നീലലോഹിദാസ് പഴയ തലമുറയുടെ കൂടി പ്രതിനിധിയായി ഇവിടെ ഇരുന്നത് കൊണ്ട് അദ്ദേഹം സമ്മതിച്ചു തരാത്തൊരു കാര്യം അങ്ങ് എങ്ങനെയാണ് രഹസ്യമായി ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ പറയുക എന്നുള്ളതാണ് അറിയേണ്ടത്. ഒറ്റ കാര്യം, ഞാൻ 2 ഉദാഹരണങ്ങൾ താങ്കളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ശിക്കാരിപുര, ചാമുണ്ടേശ്വരി, ഇവിടെ രണ്ടിടത്തും നടന്നത്. JDS-ന് ശിക്കാരിപുരയിൽ 5000 വോട്ടുകളെ പിടിക്കാൻ പറ്റിയുള്ളൂ. അവരുടെ വോട്ട് ബാങ്ക് നല്ല വോട്ട് ഉണ്ടായിരുന്ന സ്ഥലത്ത് അവിടെ യെദ്യൂരപ്പ ജയിച്ചത്. അതുപോലെ ചാമുണ്ടേശ്വരിയിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി തോറ്റ സ്ഥലത്ത് 2000 വോട്ടുകൾ മാത്രമേ BJP നേടിയിട്ടുള്ളൂ. എന്താ അതിൻ്റെ അർത്ഥം? അല്ലേ, ഇപ്പൊ കർണാടകത്തിലെ ഇലക്ഷൻ വളരെ ഓപ്പൺ ചർച്ച ചെയ്യേണ്ട ഒരു സംഭവമാണ്. കാരണം സിദ്ധരാമയ്യയുടെ ഗവൺമെന്റ് എടുത്ത നടപടികളാണ് കോൺഗ്രസ് അവിടെ പരാജയപ്പെടേണ്ടത്. എന്താ കാരണം? 39% വരുന്ന മുസ്ലിം പിന്നോക്ക ദളിത് വിഭാഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അഹിന്ദു ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. 17% വരുന്ന ലിംഗായത്തുകൾക്ക് അവരുടെ സ്വാധീനത്തിന് വേണ്ടി അവരെ ന്യൂനപക്ഷ പദവി കൊടുക്കാന്ന് പറഞ്ഞു. സ്വാഭാവികമായും ഹിന്ദുത്വ കാർഡ് കാണിച്ചുകൊണ്ട് സംഘപരിവാർ BJP നരേന്ദ്രമോദിയും അമിത്ഷായും ഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികൾക്ക് എതിരാണ് സിദ്ധാരാമയ്യൻ മൈനോറിറ്റീസിനെയും അതുപോലെ തന്നെ ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ
ഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികൾക്കെതിരാണ് എന്ന് വന്നു. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പുറകോട്ട് പോയത്. അല്ല രാഹുൽ ഗാന്ധിയുടെ പ്രചരണം കൊണ്ടൊന്നുമല്ല. മറ്റൊന്ന്, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും അധികം ജാതീയമായും സമ്പത്തും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. കർണാടകയിൽ ലിംഗായത്ത് സ്വാധീനമുള്ള മേഖലകളിൽ BJP നേതാക്കളും അതുപോലെ തന്നെ സംഘപരിവാറിനോട് നിൽക്കുന്ന ആളുകൾ ലിംഗായത്ത് സമുദായത്തിലെ പ്രധാനികളെ സമ്പത്ത് കൊടുത്തും സ്ഥാനമാനങ്ങൾ കൊടുത്തും അവരെ സ്വാധീനിച്ചുകൊണ്ട് ആ മേഖലയിലുള്ള വോട്ട് BJPക്ക് അനുകൂലമാക്കി.